രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അർബൻ നക്സൽ പ്രസ്ഥാനങ്ങൾ പങ്കെടുത്തു എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി.ജെ.പി. സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കി എന്നും ആരോപണം उयरुന്നുണ്ട്. जे काही भारत जोडो अभियान आंदोलन वेगळं अभियान सन्माननीय नेते राहुल गांधीजींनी जे सुरू केलं, मी त्या ठिकाणी सांगितलं होतं की या अभियानात कोण आहे जरा बघा. या देशामध्ये आपण नक्षलवादाच्या विरुद्ध लढाई पुकारली. नक्षलवादी काय करतात? नक्षलवादी भारताच्या संविधानावर आमचा विश्वास नाही, भारतीय संविधानाने तयार केलेल्या कुठल्याही संस्थेवर आमचा विश्वास नाही आणि म्हणून आम्हाला पॅरलल राज्य तयार करायचं. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും ഈ നക്സൽ ഈ അർബൻ നക്സലുകളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലും അർബൻ നക്സലുകൾ അതും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നാണോ ഫട്നാവിസിന്റെ ആരോപണം? എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഈ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, പൗരത്വ സമരങ്ങൾക്ക് മുൻപ് ഈ ഭീമ കൊറേഗാവ് സംഭവമൊക്കെ നടന്നതിന് പിന്നാലെ പല സാമൂഹിക പ്രവർത്തകരെയും മറ്റും അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നീക്കത്തിൽ പ്രധാനമായി അവർക്കെതിരെ ഉപയോഗിച്ച ഒരു ആരോപണമാണ് അവർ അർബൻ നക്സലുകളാണ് എന്നുള്ളത്. ആ ഒരു വാക്ക് വീണ്ടും ഇന്നലെ നിയമസഭയിൽ വെച്ച് ഫട്നാവിസ് ആവർത്തിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത പലരും ഇത്തരത്തിൽ നക്സൽ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാണ്, അത്തരം പ്രസ്ഥാനങ്ങളാണ് ഈ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തത് എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ സംഘടനകൾ കഴിഞ്ഞ നവംബർ 15-ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് ഒരു യോഗം ചേർന്നു. ബി.ജെ.പി. സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം, ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു അവരുടെ അജണ്ട. ഏതായാലും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപ്രതികരണം ഈ സമയം വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ സംഘടനകൾ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്ന കാര്യം കൃത്യമായി പറയാൻ, തെളിവുകൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകണം എന്നതാണ് നാനാ പട്ടോളെ ആവശ്യപ്പെടുന്നത്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയതാണ്. രാഹുൽ ഗാന്ധി ആവട്ടെ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഭാരത് ജോഡോ യാത്ര നടത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഒരു ഉണ്ടയില്ല വെടിയാണ് ഫട്നാവിസ് നടത്തിയത് എന്നൊരു മറു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.